നമുക്ക് കുറച്ച് ആനച്ചവിട്ടിയാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത്. ആനച്ചവിട്ടി, പപ്പടമുള്ളം, പരന്നമുള്ളം എന്നൊക്കെ പറയും. ഇവിടെയൊക്കെ അധികം ആനച്ചവിട്ടി എന്നാണ് പറയാറുള്ളത്. അതാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇന്നലെ കിട്ടിയതാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. തണുപ്പ് വിടാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ അതേ മീനിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഇതിനങ്ങനെ ചുണങ്ങൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിക്കാം. എനിക്ക് തോന്നുന്നു ഈ മീൻ കറി വെക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് പൊരിച്ചാലായിരിക്കുന്നു. പക്ഷെ പൊരിക്കാനൊന്നും കറി വെക്കാനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് നമുക്ക് കറി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് മുറിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെയൊക്കെ ചിറകുകളൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ ചിറകുകളൊക്കെ മാറ്റി ഇനി നമുക്ക് ഇതിൻ്റെ വാല് കണ്ടിക്കണം തലേ. അപ്പോൾ ഇതിൻ്റെ വാല് മുറിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ചോപ്പറിൽ വെച്ച് മുറിക്കുന്നതാണ് നല്ലത്. അതായത് വാല് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തല മുറിക്കും. ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റുകളൊക്കെ എടുക്കാം. മുറിച്ച് കഴിഞ്ഞ് അധികപക്ഷം ഞാൻ പൊരിക്കാനാണ് സാധ്യത. അപ്പോൾ അതായത് എൻ്റെ മുമ്പ് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ തലയും മുടലൊക്കെ വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാനാണെങ്കിൽ നമുക്കിത് ചെറിയ 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 കഷ്ണങ്ങളാക്കിയെടുക്കാം. പൊരിക്കാനാണെങ്കിൽ ഒന്ന് നടു മുറിക്കണം. നിങ്ങളെ അവിടെയൊക്കെ ഈ മീനിന് എന്താ പറയുക, ഇവിടെ ആനച്ചവിട്ടി, പിന്നെന്താണ് പരന്നമുള്ളൻ. ഞങ്ങളെ നാട്, എൻ്റെ നാട് ടൗണിലാണ്, അവിടേക്ക് പറയുക പരന്നമുള്ളൻ എന്നാണ്. ചില നാട്ടിലേക്ക് ഇവിടേക്ക് ആനച്ചവിട്ടി, പപ്പടമുള്ളൻ എന്നൊക്കെ പേര് പറയും കേട്ടോ. പറ്റിയ പേരാണ് ആനച്ചവിട്ടി എന്ന് പറഞ്ഞാൽ. ആനച്ചവിട്ടി പരന്ന മരിയുണ്ടല്ലേ നമ്മളെ. അപ്പോൾ നമുക്കിത് 2 കഷ്ണമാക്കാം എന്തായാലും. ഇത് കയ്യിൽ വെച്ച് മുറിക്കാൻ പറ്റില്ല. ഇത് ഒന്നാമത് വഴുതി പോകും, രണ്ടാമത് ഇതിൻ്റെ മുള്ളിനൊക്കെ നല്ല ഉറപ്പായിരിക്കും. ഇത് നല്ല നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കണം, ചോപ്പറിൽ വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഇങ്ങനെ കേട്ടോ നടു മുറിക്കുന്നത്. ഇതങ്ങനെ പകുതി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഉറപ്പുള്ള മുള്ളാണ് ഇതിന്. ചിങ്ങ് പോകും മുള്ള കിട്ടിയിട്ടുണ്ട്. വലിയ മുള്ളനൊക്കെ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയെടുക്കാം. നല്ല ഉറപ്പുള്ള നടുത്ത ഈ എല്ല് നല്ല മുള്ളിന് നല്ല ഉറപ്പാണ്. മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് വലുതൊക്കെ 2 കഷ്ണമാക്കി എടുക്കാം. ഇതാ നമുക്ക് തലയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചിലർ തല എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതങ്ങനെയാണ് കേട്ടോ. തല മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എണ്ണറുണ്ട് കേട്ടോ. ചിലപ്പോൾ പഞ്ഞീനൊക്കെ പറയാം, നമുക്ക് എടുക്കാൻ പൊരിക്കാൻ. ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ ചുണ്ട് മുറിക്കുക. ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റുകളൊക്കെ തല മുറിച്ച് വരും. അങ്ങനെ തന്നെ എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതേ മീൻ മുറിച്ച് കഴിഞ്ഞ് ഇനി ഇത് കഴുകാൻ പോവുകയാണേ. തലയും ഉടലൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കാം. കഴുകി വൃത്തിയാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വലിയൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ വേഗം മീനൊക്കെ നല്ല വൃത്തിയാവും. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മീനൊക്കെ നന്നായിട്ട് കഴുകി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കഴുകിയ വെള്ളം ഞാൻ പുറത്തേക്ക് കളയാറില്ല കേട്ടോ. ഞാൻ നല്ല പൂവിടുന്ന ചെടിക്കും കായ് പിടിക്കുന്ന നമ്മുടെ കൃഷിക്കൊക്കെയാണ് അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ മീൻ കഴുകിയ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിക്കണം കേട്ടോ. അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നല്ല കായ് പിടിക്കും. നല്ല നമ്മുടെ വെണ്ടയും തക്കാളിയൊക്കെ നല്ല കായ് പിടിക്കും. പൂവുന്ന ചെടികളാണെങ്കിൽ നല്ലോണം പൂത്ത് നല്ല സ്ട്രോങ്ങിൽ നിൽക്കട്ടെ. ചെടികൾക്ക് നല്ല ആരോഗ്യം വെക്കും ഈ മീൻ കഴുകിയ വെള്ളം ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. താങ്ക് യു.